ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം താഴെ വീണ CPM-ൽ ശക്തമായ പോരുമുറുകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജിയിലേക്കെന്ന വാർത്തയടക്കം ഇപ്പോൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയാണ് CPM-ന്റെ വലിയ പരാജയത്തിന് പിന്നിലെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു തുടങ്ങിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPM-ലെ നേതാക്കൾക്കിടയിലും വലിയ പോര് കടുക്കുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ ഇളമരം കരീമിനെതിരെ ഇപ്പോൾ രൂക്ഷമായ ആരോപണങ്ങളാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റ വ്യക്തിയാണ് ഇളമരം കരീം. എന്നാൽ ഇതിലൊരു അന്വേഷണവും വേണ്ടേ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഈ ചോദ്യം പിണറായി വിജയനോടാണ് ഉള്ളത്. അമ്പലപ്പുഴയിൽ 2021-ൽ 11,000-ൽ പരം വോട്ടിന് പാർട്ടി വിജയിച്ചപ്പോൾ സുധാകരനെതിരെ അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗമായിരുന്നു കരീം. ആ കമ്മീഷൻ ഇപ്പോൾ എവിടെ പോയി എന്നാണ് സുധാകരൻ CPM-നോട് ചോദിക്കുന്നത്. ജയിച്ച അമ്പലപ്പുഴയിൽ അന്വേഷണം നടത്തിയ ആളാണ് സ്വന്തം നാട്ടിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റുപോയതെന്നും സുധാകരൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്ത ആളാണ് അന്വേഷിക്കാൻ വന്നത്. ഇവിടെ എത്തിയ ശേഷം തെളിവ് കൊടുക്കാൻ പോയ 8 നേതാക്കളെ ഭീഷണിപ്പെടുത്തി. തെറ്റ് ജി സുധാകരന്റെ ഭാഗത്തല്ലെന്ന് മൊഴി നൽകിയവരെയാണ് ഭീഷണിപ്പെടുത്താൻ ഇളമരം കരീം മുതിർന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അമ്പലപ്പുഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൂടിയ സംസ്ഥാന കമ്മിറ്റിയിലെ അജണ്ടയെക്കുറിച്ച് തന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ലെന്നും യോഗത്തിനെത്തിയ ശേഷം മാത്രമാണ് അറിഞ്ഞതെന്നും സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ കരീം തോറ്റത് ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു. അമ്പലപ്പുഴയിൽ പാർട്ടി വിജയിച്ചിട്ടും പാർട്ടിയോ സംസ്ഥാന കമ്മിറ്റിയോ തന്നെ മനസ്സിലാക്കിയില്ലെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ജി സുധാകരൻ രംഗത്ത് വന്നു. പിണറായി വിജയനുമായി തനിക്ക് മാനസികമായ അടുപ്പമില്ലെന്നും അന്നും ഇന്നും VS അച്യുതാനന്ദനപ്പുറം ഒരു നേതാവ് തനിക്ക് CPM-ൽ ഉണ്ടായിട്ടില്ല എന്നും മുതിർന്ന നേതാവ് പറയുന്നു. പുതിയ തലമുറ നേതാക്കളിൽ നിന്ന് തനിക്ക് വിവേചനം നേരിടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തിരിച്ചുവരാൻ പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തണമെന്നും സുധാകരൻ പറഞ്ഞു. ഏതായാലും ഈ പോക്ക് പോയാൽ പിണറായി വിജയന്റെ കസേര തെറിക്കാൻ സാധ്യതകൾ ഏറി വരികയാണ്. പാർട്ടിയിൽ നിന്ന് ഒളിയമ്പുകൾ പിണറായിക്കെതിരെ ഉതിർത്തു കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾ വരെ പിണറായിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. CPM-ൽ നിന്ന് എല്ലാവരും പിണറായിയെ മാത്രമാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ധാർഷ്ട്യക്കാരനായ പിണറായി വിജയനാണെന്നാണ് ഇപ്പോൾ പാർട്ടിയിലടക്കമുള്ളവർ പറയുന്നത്.